നെയ്മർ മാത്രമല്ല, റാഫിഞ്ഞയും തന്റെ കരിയറിന്റെ ബെസ്റ്റ് ഫോമിലാണ് കറ്റാലിയൻ ക്ലബിനൊപ്പം പന്ത് തട്ടുന്നത്. സാവിയുടെ കാലത്ത് പൂച്ചയായിരുന്ന റാഫിഞ്ഞ ഇപ്പോൾ ഫ്ലിക്കിന്റെ വരവോടെ പുലിയായി മാറി. ഗോൾ അടിച്ചും ഗോൾ അടുപ്പിച്ചും ബാഴ്സയിൽ ബ്രസീലിയൻ ലെഗസിയിലാണ് റാഫിഞ്ഞ ഇപ്പോൾ. ഇടവേളയ്ക്ക് ശേഷം ബാഴ്സ കിരീടങ്ങൾ സ്വപ്നം കാണുമ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും റാഫിഞ്ഞ എന്ന ബ്രസീലുകാരന് സ്വന്തം. സീസണിൽ ഇതിനോടൊപ്പം 25-ന് മുകളിൽ ഗോളുകളാണ് ആ ബ്രസീലുകാരൻ നേടിയത്. റയൽ മാഡ്രിഡിന്റെ സ്വന്തം ചുണക്കുട്ടികളായ റോഡ്രിഗോയും വിനീഷ്യസും റാഫിഞ്ഞോടൊപ്പം ചേരുമ്പോൾ ബ്രസീലിന്റെ മുൻനിര ആർക്കും തകർക്കപ്പെടാൻ പറ്റാത്ത മുൻനിരയായി മാറുന്നു. യൂറോപ്യൻ ഫുട്ബോളിന്റെ റാഡറിലുള്ള സിറ്റിയുടെ സാവിഞ്ഞോ, റയലിന്റെ എൻട്രിക് എന്നീ പകരം വയ്ക്കാൻ പോകുന്ന പേരുകൾ പുറത്തുണ്ട്. ആഴ്സണൽ എന്ന പീരങ്കപ്പടയുടെ പ്രതിരോധം കാക്കുന്ന ഗബ്രിയേൽ എന്ന മാന്ത്രികൻ ബ്രസീലിനായിട്ട് ബൂട്ട് കെട്ടുമ്പോൾ മിന്നും ഫോമിലാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു താരമാണ് ലിവർപൂളിന്റെയും ബ്രസീലിന്റെയും 1-ാം നമ്പർ ജേഴ്സി അണിയുന്ന അലിസൺ ബെക്കർ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് PSG-ക്കെതിരെ അലിസൺ നടത്തിയ കരിയർ ബെസ്റ്റ് പെർഫോമൻസും ഒറ്റയ്ക്കൊരു യുദ്ധം ജയിച്ച ഒരു പോരാളിയെ പോലെയായിരുന്നു അലിസൺ കണ്ടിരുന്നത്. മത്സരത്തിന് ശേഷം ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്ന ടാഗും ലിവർപൂൾ കോച്ച് അലിസണ് നൽകി. ഏറ്റവും പരിഹാസം നേരിടുന്ന ആന്റണി പോലും ഇപ്പോൾ കിടിലൻ ഫോമിലാണ്. പ്രീമിയർ ലീഗിൽ കടിച്ചു നിൽക്കാൻ പോലും പറ്റാതിരുന്ന ആന്റണി ഓൾഡ് ടർഫോർഡിന്റെ പടിയിറങ്ങി ദിവസങ്ങൾക്കപ്പുറം സ്പാനിഷ് ലീഗിലെ റയൽ ബാറ്റിസിൽ തന്റെ പഴയകാലം പ്രൈം ആന്റണിയെ വാർത്തെടുത്തു. ഇന്നല്ലെങ്കിൽ നാളെ ബ്രസീൽ ടീം അയാളെ വിളിക്കുമെന്ന് ആഗ്രഹിച്ച് അയാൾ ഇരിക്കുന്നു. അമേരിക്കൻ മണ്ണിൽ 2026 ലോകകപ്പിന് അരങ്ങൊരുങ്ങാൻ ഇനിയും നാളുകളുണ്ട്. അതിനു മുമ്പ് പ്രതിഭകളെ വീണ്ടും വാർത്തെടുക്കാൻ ബ്രസീലിയൻ കോച്ച് ഇപ്പോഴേ പരിശ്രമിക്കുന്നു. ഈ മാസം 2 മികച്ച മത്സരങ്ങളാണ് കാനറുകൾക്ക് മുമ്പിലുള്ളത്, കൊളംബിയക്കെതിരെയും അർജന്റീനയ്ക്കെതിരെയും. നമുക്ക് കാണാം ബ്രസീലിന് എന്ത് സംഭവിക്കുമെന്ന്.